എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് സംവിധായകരെ കെട്ടി ഉപേക്ഷിച്ച നടിമാരെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതിലാദ്യമായിട്ട് വരുന്നത് അഞ്ജലി നായരാണ്. അഞ്ജലി നായർ മലയാളത്തിലും തമിഴിലൊക്കെ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ച നടിയാണ്. മോഹൻലാലിന്റെ ദൃശ്യം സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ പോലീസുകാരിയായിട്ട് വന്ന നടിയാണ് അഞ്ജലി നായർ. അവരാദ്യം വിവാഹം കഴിച്ചത് അനീഷ് ഉപാസന എന്ന് പറഞ്ഞ സംവിധായകനായിരുന്നു. അവരുമായിട്ടുള്ള ബന്ധത്തിൽ ഇവർക്ക് ഒരു മകളുണ്ട്. ഇവർ രണ്ടാമത് വിവാഹം കഴിച്ചു. ഈ അടുത്ത കാലത്താണ് വിവാഹം കഴിഞ്ഞത്. അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ 1-2 വർഷമായെന്ന് തോന്നുന്നു. അടുത്തത് ലിസിയാണ്. ലിസി വിവാഹം കഴിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം, പ്രിയദർശൻ എന്ന സൂപ്പർ ഹിറ്റ് സംവിധായകനെയാണ്. അദ്ദേഹമായിട്ടുള്ള ബന്ധം പിരിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി. ഇവർ രണ്ടുപേരും വേറെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. ഒരു 2 മക്കളുണ്ട്. അതിലൊരാൾ നടിയാണ്. അടുത്തയാൾ അമലാപോളാണ്. അമലാപോൾ ആദ്യം വിവാഹം കഴിച്ചത് ഒരു തമിഴ് സംവിധായകനായ വിജയാണ്. വിജയ് നമുക്കെല്ലാം അറിയാം. വിജയ് തമിഴ് നടൻ വിജയുടെ സിനിമയൊക്കെ ചെയ്തിട്ടുള്ള തലവൻ സിനിമയൊക്കെ ചെയ്ത സംവിധായകനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെയാണ് അമലാപ്പോൾ ആദ്യം വിവാഹം കഴിച്ചത്. പിന്നെ ആ ബന്ധം പിരിഞ്ഞു. രണ്ടാമത് ഇവർ വേറെ വിവാഹം കഴിച്ചു. ഒരു കുട്ടിയൊക്കെ ആയി. അടുത്ത നടി എന്ന് പറഞ്ഞാൽ ഗൗതമി നായരാണ്. ഗൗതമി നായർ മലയാളത്തിൽ ദുൽഖർ സൽമാൻ്റെ ഒക്കെ നായികയായിട്ടുള്ള, ഫഹദ് ഫാസിൻ്റെ ഒക്കെ നായികയായിട്ടുള്ള നടിയാണ്. ഇപ്പോൾ ഇവരെ ചിത്രങ്ങളൊന്നും കാണാറില്ല. ഇവർ വിവാഹം കഴിച്ചത് ശ്രീനാഥ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ദുൽഖർ സൽമാന്റെ കുറുപ്പ് എന്ന ചിത്രം സംവിധാനം ചെയ്ത സംവിധായകനെയാണ്. ആ ബന്ധം ഇവർ പിരിഞ്ഞു. വേറെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. നമുക്കങ്ങനെ അതേപ്പറ്റിയുള്ള കേട്ടറിവില്ല. അടുത്ത നടി എന്ന് പറഞ്ഞാൽ ഉഷയാണ്. കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമ സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് ബാബു എന്നാണ്. അദ്ദേഹത്തെയാണ് ഇവർ വിവാഹം കഴിച്ചത്. ആദ്യ വിവാഹം കഴിക്കുന്നത് മമ്മൂട്ടിയൊക്കെ എതിർത്തിട്ട് ബന്ധമായിരുന്നു. ഇവരെ വിവാഹം കഴിച്ച ശേഷം ഈ ബന്ധത്തിന് പിരിഞ്ഞു. ഇവർ രണ്ടാമത് വിവാഹം കഴിച്ചു ഉഷ. അപ്പോൾ ഇതിലുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. ടാറ്റ.